ഞാൻ തുടങ്ങട്ടെ. ഞാൻ നിന്നുടെ മാറത്ത് മെല്ലെ വേരുകളാഴ്ത്തിടാം നിൻ ഹരിത പരവതാനിയാവാം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും. ഒരു ഞായറാഴ്ച രാവിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് ഉറുമ്പിക്കരയ്ക്ക് ഒരു ഫണ്ട് ഡ്രൈവ് പോയതാണ് കഥയുടെ ഇതിവൃത്തം. കഥയുടെ ആദ്യ ഭാഗം കാണാത്തവർ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം രണ്ടാം ഭാഗത്തിലേക്ക് വരിക. നോട്ട് ദ പോയിന്റ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വണ്ടിപ്പണി തന്നെയാണ്. ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർക്ക് മൊത്തം കാണാം. ഈ വീഡിയോയിൽ ഒരു ഭാഗം പോലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ആയതുകൊണ്ട് വീഡിയോ ഭയങ്കര റോ ആയിരിക്കും. വീഡിയോയ്ക്ക് BGMസോ ബാക്ക്ഗ്രൗണ്ട് സ്കോർസോ ഒന്നും ഉണ്ടാവില്ല. കാരണം അത് ഇമോഷനെ വരെ തകർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫണ്ട് ഡ്രൈവിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10-24 പേർക്ക് അറിയാം എന്താണെന്ന് ഉണ്ടായെന്നുള്ളത്. അത് ജസ്റ്റ് ഒരു മെമ്മറി ആക്കി വെക്കിയാൽ മാത്രമേ ഇതിനകത്ത് ലക്ഷ്യം. ആയതുകൊണ്ട് ഏത് ഭാഗം കട്ട് ചെയ്താലും ചിലപ്പോൾ ഒരു സ്ക്രൂ എടുത്തു വെക്കണ ഇതായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസത്തിന് ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ഉറുമ്പിക്കര. ഉറുമ്പിക്കര ടോപ്പെത്തിയപ്പോഴത്തേക്കും എല്ലാം ചത്ത്. ആദ്യമായിട്ടായിരിക്കും എഞ്ചിൻ റോഡിൽ ഊരിപ്പോടെ വണ്ടിയാണ്. സൂപ്പർ ഉണ്ട്. ഇതിന്റെ നേരെ ഇവിടെ കൊടുത്താൽ ഹൈ, ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ അല്ലേ അത് തന്നെ ഇങ്ങനെ യു പോലെ ഇത് ഇങ്ങനെ ഇപ്പൊ ഗിയർ വീഴണോളൂ. ഇത് ഹൈയിൽ വീഴുന്ന അടിയിൽ വീഴണ്ടെന്ന് കിടന്ന് നോക്ക്. പിന്നെ ഈ സാധനം ഇപ്പുറത്തോട്ട് വീഴാത്തപ്പ അപ്പുറത്തേക്ക് അത് ക്ലച്ച് ഇട്ട് ഗിയറിൽ ടാങ്കി കൊടുക്കണം വണ്ടി. എന്നാലും അതന്നെ എന്തായാലും ഇനി സമയമല്ലോ. ഹരിത പരവതാനി അവസ്ഥ അതിനകത്ത് ഹൈയിലേക്ക് ആടണ്ട് ലോയിലേക്ക് ഞാൻ 2 വീലറിന് ഗിയർ ഇട്ടാണ് മോള് കയറി ഗിയറിട്ട് എനിക്ക് വീണ ഞാൻ ചാടണ്ട. ആ വണ്ടിക്ക് ഇഷ്ടംപോലെ പ്രാവശ്യം കിട്ടണ പണിയത്. സ്ഥിരം ഒരു 3-6 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ. പക്ഷെ ലിവർ അനങ്ങൂല്ലേ, ഇതിന്റെ ലിവർ അനങ്ങണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം ഇനി? സ്കൂട്ടർ കൊണ്ട് തള്ളിയിടാൻ മതി. അതിന്റെ അതിന്റെ ക്ലച്ചിന് കണ്ടു വെച്ചാൽ ക്ലച്ച് ഉൾപ്പെടെ ആദ്യം പോയേക്കല്ലായിരുന്നു. അല്ലെങ്കിൽ ക്ലച്ച് പോകരുത്, ആദ്യം ഗിയർ തന്നെ പോകണം. അത് പോയില്ല. നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റല്ലേ. പോഡ്കാസ്റ്റ് ആയിരുന്നു. എല്ലാ സാധനം ശരിയാക്കി എടുക്കാൻ പറ്റില്ല. ക്ലച്ച് പോയില്ലെങ്കിൽ അത് വീണാ ഈ വഴി ഇറങ്ങിയാ. അപ്പൊ ഇത് ആദ്യം കയറ്റി ഒതുക്കുകയാണ്. വേറൊന്നും ചെയ്യണ്ട, അത് വരിക മതി. ഇത് ലോക്ക് ഒരു കല്ലെടുത്ത് വെച്ചേ. കല്ല് നല്ല കല്ലെടുത്ത് വെക്കട്ടെ. വലിക്കുമ്പോ വൈ വണ്ടി അങ്ങോട്ട് പോരുത്. വണ്ടി സ്റ്റോപ്പർ വെച്ചു. സ്റ്റോപ്പർ വണ്ടി പുള്ളിയാട്ടോ. ഇവിടെ തിരിക്കാനായിട്ട് നോക്കണേ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരണം. ക്ലച്ചില്ലാത്തതുകൊണ്ട് വണ്ടി ഒന്നും ചെയ്യാമല്ലോ. ശരിക്കും പറഞ്ഞാൽ
കക്കായി. പക്ഷെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകും. ഉറുമ്പിക്കര എന്നൊരു ഉറുമ്പിക്കരേ. അടിപൊളി സ്ഥലം കേട്ടോ. നേരെ കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നടന്നില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി കയറ്റിയിട്ട് ഈ വണ്ടി ബ്ലാക്ക് ബുള്ളും കൂടി ഇട്ട് ടോയ് ചെയ്യും. ടോയ് ചെയ്യുമ്പോൾ ഇവനിങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരണം. അടുത്ത ഇടപാടാ ബ്ലാക്ക് ബുള്ള് കയറ്റിയിട്ടാണ് മുകളിലേക്ക്. ഓരോ ആൾക്കും ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ ചെറിയ ചെറിയ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. കല്ലെടുത്ത് മാറ്റൽ ഓരോ ആൾക്കും ഡ്യൂട്ടി ഉണ്ട്. എന്നാലാണ് സാധനം കയറി വരുള്ളൂ. കണ്ടോ? ഓരോ ആൾക്കും ഇൻഡിവിജ്വൽ ഡ്യൂട്ടി ഉണ്ട്. പോട്ടെ പോട്ടെ ബീബി പോട്ടെ. ഫുൾ ഇടങ്ങേറ് പിടിച്ച പണി. ആൾക്കാർ ചോദിക്കും ഇതുമ്മ എന്താണ് ഇത്ര സുഖം, എന്താണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട ഇത്രയും പേരുടെ ബോണ്ടിങ്, ഇത്രയും പേര് ഒന്നിച്ചിരുന്ന് ഒരു ഇതിൽ ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചുള്ള ബോണ്ടിങ്. പിന്നെ അതുപോലെ ഇങ്ങനൊരു വണ്ടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇടപെട്ട് അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇൻഡിവിജ്വലി ഉള്ള ആൾക്കാരെല്ലാവരും സ്ട്രെങ്ത് കൂടും, മൈൻഡ് പവറും കൂടും. ക്ലാരിറ്റി കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും. 0.5 ഇട്ട് എടുക്കണം. അങ്ങനെ എടുത്താലേ എല്ലാം കിട്ടുള്ളൂ. തെരയാ അവൾ ചൽ ചൽ ചാവോ അവൾ ചൽ 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 ഗടി 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 അവൾ ചൽ 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 കേരള 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 പീപ്പി വല്ലടാ ചൗട്ടി കഴിഞ്ഞാ പോയി. ഓ അപ്പം 2 വണ്ടിയിൽ ടോയിൽ നടക്കൂല. 3ാമത്തെ വണ്ടി കൂടി ഇട്ട് ടോയിൻ്റെ വരും. ഞാൻ വണ്ടി എനിക്ക് ഒറ്റ കയറി പോകാൻ പറ്റും. അവിടെ തന്നെ ഞാൻ കുടുങ്ങിയാൽ ഒന്ന് ബാക്ക് എടുത്താലേ ഞാൻ കയറും. എല്ലാരും കൂടി ആ വണ്ടി തള്ളാമോ? വണ്ടി ഇപ്പൊ ഇച്ചിരി കയറി പോരും. നമ്മുടെ വണ്ടി കളിച്ചു. ആ വണ്ടി തീർന്നു മാറ്റിയതാ. ഒട്ടും ആവണ്ടല്ലോ. ഭയങ്കര ടൈറ്റാ. സബ്ഡ്യൂട്ടറിലാണ് വണ്ടി. എല്ലാ സാധനം ഉണ്ട്. ചോദിച്ചാൽ തരുമോ? മാർഗം ആ വണ്ടി ഇത്തിരി ഒരു പൊട്ടിക്ക് ബാക്ക് വെച്ചേ. അല്ല അപ്പൊ മറ്റേ കറക്റ്റ് ടൈറ്റിലാണ് ആവല്ല. വണ്ടിയുടെ ലൂസ് നോക്ക്. തള്ളല്ലേ തള്ളല്ലേ ആളടിയില് ആളടിയില്. നോക്കിയാ നോക്കിയാ ആ നീ ഗിയറിലിട്ടേ അയച്ചോക്കെ പയ്യ. ചെറിയ പണി കിട്ടി. എഞ്ചിനൂരിപ്പോയി ആദ്യമായിട്ടാണല്ലോ. ചാട് കുത്തുപോലും ചെയ്യാറുണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു.
ഇതൊരു പണി ചെയ്താലോ? ഗ്യാപ്പ് ഉണ്ടോ? ഇഞ്ചി ഫ്രണ്ടിലേക്ക് ഇറങ്ങും. പയ്യെ പൊക്കിയ ഇത് ചെയ്താലോ? ഏത് എഞ്ചിൻ പയ്യെ പൊക്കാൻ? എഞ്ചിൻ മറ്റേ ഇതിന്റെ എടാ ഇതേ ഇപ്പൊ നിലവിൽ ഇത് 4 വീല് ഫ്രീ അല്ലേ? ഇനി നമ്മള് പണിയാൻ നിന്നാൽ ചിലപ്പോ അതും കൂടെ ലോക്കായി കഴിഞ്ഞാൽ വേറെ കെണിയെന്നാ ഈ വണ്ടി കിടക്കണ സ്ഥലത്ത് നിന്ന് കേറാൻ പറ്റാത്ത ഇതിലാണ് നിക്കണേ. വണ്ടി പിഞ്ചിലല്ലാണ്ട് കേറൂല. കേറ്റാൻ പറ്റും. ക്രോസ് സെന്റർ കൊണ്ടില്ലേ അകത്ത് തന്നിട്ടില്ലല്ലോ മേളിൽ നിന്നല്ലേ ക്രോസ് ഫുള്ള് ട്വിസ്റ്റ് ആക്കി വണ്ടി. എഞ്ചിൻ ഉൾപ്പെടെ ചെറിയ ട്വിസ്റ്റിംഗ് ഉണ്ട്. അതെ അപ്പൊ ഇങ്ങനെ കെട്ടി വെച്ച് കൊണ്ടുപോക്കല്ലേ പറ്റുള്ളൂ. ഇനി കെട്ടി വെച്ചാണ് ഓരോ ലൈറ്റ് ഇപ്പൊ 3ാമത്തെ ലൈറ്റ് പോയി. അല്ലാതെ ഇടയിലെ എഞ്ചിനും പോയേക്കല്ലേ? ആദ്യമായിട്ടായിരിക്കും എഞ്ചിൻ റോഡിൽ ഊരിപ്പോടെ വണ്ടിയാണ്. ഇപ്പൊ മനസ്സിലായില്ല. ഏതാ ഈ ഡോക്ടർമാർക്ക് നല്ല നീ ഇവിടെ മറ്റേ ബീപ് സൗണ്ട് വരുമോ? ഇല്ലില്ല, ഞാൻ ഡോക്ടർ യൂസ് കാറ് പൊട്ടിക്കിടക്ക എഞ്ചിൻ നീ ബ്രോക്കറാശ് കൊടുക്കാൻ വണ്ടി എടുത്ത് അന്ന് തന്നെ കടയിൽ വന്നു. ഒരു സ്പാനിഷ് ഡിലേറിന്റെ 1 ലിറ്റർ എടുത്തോണ്ട് പോയി. അടിപൊളി. വന്ന് എല്ലാ ദിവസവും ഐസ്ക്രീം തന്നിട്ട് പോവാ. എല്ലാ ദിവസവും അവൻ ഉപയോഗിച്ചാണ് ദിവസം വന്നിട്ട് പിടിച്ചിട്ടല്ലോ ബ്ലൂബെറിയുടെ 4 ലിറ്ററിന്റെ ബൾക്കുമ്പോ ഞാൻ ഇടിയുണ്ടാക്കിയോടെ മേടിച്ചു വെച്ചു. അത് സ്പാനിഷ് ഡിലേറ്റ് 10,000 50,000 കുറഞ്ഞ ലാസ്റ്റ് 500 കുറച്ചത്. അതൊക്കെ കൂറുന്ന ആളുകൾ വണ്ടി എടുക്കുന്ന ആട്ടാവരാണ്. 500 കുറച്ചതിന് ഈ വണ്ടി നമ്മൾ എടുക്കുന്ന ആട്ടോ തോന്നുന്നു. നീ ആലോചിക്കുന്നോട്ട് 500 വീട്ടിൽ കയറ്റൂലെന്ന് പറഞ്ഞു. ആരാ ഞങ്ങളെ വീട്ടിൽ കയറ്റല്ല. കരഞ്ഞുകൊണ്ടാണോ ഷെനിക്ക? കരയാണോ? അല്ല, ഇത് ഡോക്ടർ യൂസ് വാങ്ങാനാകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഭാഗ്യം പുള്ളി മറ്റേ എമ്പളം ഒട്ടിക്കാണ്ടിരുന്നേ. ആ എമ്പളം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കളിക്കാനും. വണ്ടി ചത്ത്. റിമോട്ടിൽ കേട്ടാണ്. ഇവിടെ സുഹാസിനെ പറഞ്ഞോടും. ഐഡിയ തന്നെ വരും പറയണേ. എന്തായാലും എഞ്ചിൻ മാറണം. ഈ എഞ്ചിൻ മാറാൻ വേണ്ടിട്ടായിരുന്നു വണ്ടി. വണ്ടി വേറെ വഴിയിലൊന്നും കിടന്നല്ലോ. പക്ഷെ പുള്ളി എഞ്ചിൻ മാറാൻ നിന്ന വണ്ടിയാ. ആ വണ്ടി വലിക്കൂലായിരുന്നു. വേണ്ടത് റോഡിൽ കൂടെ ഓടോ? വഴിയില് എന്നും നിക്കലായിരുന്നോ? അല്ലയാ, 5 ദിവസമായി വണ്ടി എടുത്തിട്ട് 1.5 കൊല്ലം കയറി കിടന്ന വണ്ടിയാ. 5 ദിവസമായില്ലേ? 3 മാസമായോ? ഏറ്റവും കൂടിയ 1.25 വർഷമാണോ ഈ വണ്ടി എടുത്തിട്ട്. നമ്മള് ബ്ലാക്ക് താറിട്ട് ഫസ്റ്റ് വൺ ഡ്രൈവ് ഒന്നുമില്ല. നമ്മൾ ഓർക്കണ്ട, അന്ന് കയറ്റിട്ടാണ് ഈ വണ്ടി. 1.5 കൊല്ലം മുമ്പുള്ള സാധനമൊക്കെ എടുത്തിട്ട് വീണ്ടും പുതിയ പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ഇടും. അതാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞതൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. പുള്ളിനെ നമുക്ക് എല്ലാവരും വട്ടോട്ടല്ല കൂട്ടിട്ടിടിക്കത്. കുറ്റം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെന്താ ചിന്തിക്കണേ? നമ്മുടെ കയ്യിലൊരു വണ്ടി ഒഴിവാക്കണം എന്നല്ലേ നോക്കുള്ളൂ. പുള്ളി എത്ര ചെയ്തോളൂ. നമ്മളാണ് ഇതൊരു വക അങ്ങനെയുണ്ടാ വണ്ടിയാകുമ്പോ വഴി കിടക്കും. ഇനി മല കേറണ്ട. മെയിൻ റോഡിൽ ഓർമ്മല്ലോ, റബ്ബറൈസ് കാറിൽ ഓർമ്മല്ലോ. അത് ഓടിക്കോളും. അത് ഓടിയല്ല. ആനക്കുളം പോയില്ലേ? ഡോക്ടറെ കൈ ചെറുക്കാനുള്ള ഇതേ 2 മഞ്ചിൽ കാലൂത്തരുന്നിട്ടാ. അല്ല, 2 മഞ്ചിൽ കാലൂത്തരുത്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. മറന്നു പറയാനാണ്.
അപ്പൊ ഇവര് അറിഞ്ഞുകൊണ്ട് എടുത്തേണല്ലേ എന്നാലും കോടത്തോളം ഓടിക്കോളൂന്ന് റിയാസിന്റെ വണ്ടി ജന്മത്തിൽ പഠിക്കില്ല. ഉണ്ണിയെ എന്ത് ഇത് വളഞ്ഞോളാ മറ്റേ ഡോറ് വളഞ്ഞോ. ഒരാളോട് പെടാണ്ടത് അല്ലെങ്കിൽ ഒരു 5 പേര് കുറഞ്ഞു വരുന്നത്. വണ്ടി വന്നതും നിന്നതൊക്കെ കണ്ടല്ലേ. പെട്ട് പൊറോട്ടയും മുട്ടക്കറിയും പൊറോട്ടയും ബീഫും. ഞാൻ വണ്ടിയുടെ അടി കയറി കിടന്ന് വീഡിയോ എടുത്തായിരുന്നു. നീ വണ്ടിയുടെ അടി കിടന്നില്ല കണ്ടില്ലല്ല, നീ അനങ്ങില്ലല്ല. വണ്ടിയുടെ മുതലാളി വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്നു. വണ്ടി തള്ളലും പിടിക്കലും നിർത്തിയിട്ടാ. എഞ്ചിന്റെ ഫൗണ്ടേഷൻ തെറ്റി. എഞ്ചിൻ സൈഡ് തള്ളി മാറി ഫ്രണ്ടിലേക്ക് കയറി വന്നു. അപ്പോൾ അത് കാരണം എന്തേ ബ്ലാക്ക് ബുള്ളറ്റ് എൻ്റെ വിഞ്ചിട്ട് വലിക്കുക. വിഞ്ചിട്ട് ഫുള്ള് റോപ്പും വിഞ്ച് വിട്ട് ഒറ്റ ലെവലിൽ വലിക്കുക. എങ്ങനെയും വലിച്ച് മോളിൽ കയറ്റണം. മോളിൽ കയറിയാൽ പിന്നെ കുഴപ്പമില്ല, റോഡുണ്ട്. നല്ല ഇടങ്ങാറായി പോയി. വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. ഫാൻ ബെൽറ്റ് കൊണ്ട് ഹോസ് പൊട്ടി, വാട്ടർ ലീക്ക് പോയി, മൊത്തത്തിൽ പണി കിട്ടി. ഇഞ്ച് എൻഗേജിച്ചിട്ട് ഫുള്ള് വലിക്കട്ടോ, വഴിയില്ല. കേട്ടോ തള്ളി കയറ്റണേ, അതും ക്രമസാധനം. അത് എന്നോടാ എടാ എടുത്തെടുത്താ. ഇതൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്ത് ഉള്ളതാണ്. ഇതൊക്കെ വീട്ടിലിരുന്നാ കിട്ടുമോ? പക്ഷെ ഇഞ്ചിൻ താഴെ പോയെങ്ങനെയാ? ഇതൊക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ചാലാണ് കിട്ടുന്നത്. ഒരു വർക്ക്ഷോപ്പ് പോലും ഇല്ല ഇവിടെ. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം, എന്നാലേ ഇതൊക്കെ മുന്നോട്ട് പോവുള്ളൂ. നാളെ ഒരാൾ ഒഴിവാവും, നാളെ അടുത്ത ഒരാൾ ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ പരിപാടി മുന്നോട്ട് പോവോ? ഇവിടെ മായിന അറിയാവുന്നിടത്തോളം വർഷാപ്പാള് ഈ ഇവിടെ ഇല്ല, ഇടുക്കി ജില്ലയില്. അല്ലല്ല, മെയിൻ തുമ്പിയൊന്നുമല്ല. അവൻ കഷ്ടപ്പെട്ട് വണ്ടി പണി. അയ്യോ എടാ ആൻഡ്രേക്കർ എന്ത് പോഴങ്ങളെ പോഴത്തലയാ. ഈ ഡോക്ടറെ മീസ്റ്റൊക്കെ പറഞ്ഞ വെറുതെ കൊണ്ടുട്ടോ. ഉള്ളി ആംബ്രേക്ക് ഓ കണ്ടന്റ് തെറി പറയല്ലേ. ഓ പുള്ളിയുടെ ഒരാക്കാ നീ ആ വഴിയില്ല. അവിടെ കിട്ടാ, അവിടെ കിട്ടാ, അവിടെ നിർത്തിക്കാം. അല്ല ഇപ്പൊ വണ്ടി ഓഫ് ചെയ്തോ? എന്റെ വണ്ടി ഇറക്കിയത് ഇവിടുന്ന് വലിക്കി, അപ്പോഴേക്ക് ഇത് ചൂടാറും. അത് ഇറക്കി കഴിഞ്ഞാൽ അവിടെ കേറൂല. അതല്ല അവിടെ നിർത്തിയാണ് ഈ വണ്ടിനെ വലിക്കാൻ വേണ്ടി ഇട്ടേക്കണേ. വലിപ്പം വർത്താനം പറയുമ്പോണ്ടല്ലോ എങ്ങാനൊരു കാര്യത്തിന് പറഞ്ഞാലോ. എന്റെ പൊന്നു അങ്ങനെയല്ല ഒരിക്കലും പുട്ടും
റിയാസിന് വണ്ടിക്ക് മണി കിട്ടി. അതിൻ്റെ ഫ്രണ്ടിലെ 2 വീലിൻ്റെ ജോയിൻറ്റ് പിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ 2 വീൽ ഡ്രൈവേ ഉള്ളൂ, 4 വീലില്ല. ഇനി അങ്ങോട്ട് കയറിയാൽ പോകണ്ടത്. ഈ വണ്ടി മണി കിട്ടി, ഈ വണ്ടി പണി കിട്ടി, മൊത്തത്തിൽ പണി കിട്ടി. സമയം 6:30 ഇരുട്ടായി തുടങ്ങി. ഇത് ഞാൻ കെട്ടി വലിച്ചു ഇതാണ് ഞങ്ങൾ ജോയിന്റ് ഭൂതം പിടിച്ച ഏരിയ ഭൂതം ഈ ഉറുമ്പിക്കരയിലും കിട്ടി, ഉറുമ്പിക്കരയിലും കിട്ടി 2 വണ്ടിക്ക്. ആകെ 5 വണ്ടി വന്നുള്ളൂ. ഇരുട്ടായി അങ്ങോട്ട് ഇരുട്ടത്താണ്. എല്ലാവരും നല്ല പട്ടിപ്പണി എടുത്തിട്ടുണ്ടോ, രക്ഷത പണി എടുത്തിട്ടുണ്ട്. എല്ലാവരും അണ്ടം കീറ പണി എടുത്തിട്ടുണ്ട്. വിട്ട പണിയുണ്ട്. ഉറുമ്പിക്കര ഈ വീഡിയോ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? അന്തമില്ല കുന്തമില്ലാണ്ട് വണ്ടി കേടായി കൊണ്ടിരിക്കുന്നത്. മൊത്തം വീഡിയോയും കെട്ടിവലിക്കലും തള്ളലും മുളിക്കലും ഒക്കെയാണ്. ഇതെങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഫിനിഷ് ചെയ്യുമോ അങ്ങനെ ഫിനിഷ് ആവും. പാർക്ക് ചെയ്തു. ഇനി തുമ്പിയുടെ വണ്ടി എടുത്തിട്ട് വഴിക്കാൻ. ഈ വള്ളി എല്ലാരും എടുത്ത് കൈ പിടിച്ചോട്ടോ. ഇത് അതുപോലെ പോയാ മറ്റേ പാട്ട് ഇടണം, നെഞ്ചുരു തള്ളി കൊടുത്തോല. ഈ വണ്ടിയൊക്കെ കിടക്കുന്ന ഷാക്കിൽ എടുത്തിട്ട് ഷാക്കിലെ കേബിള് കയറ്റങ്ങളെല്ലാം തള്ളി കയറി. ഇനി ഉണ്ട് ചെറുത്. ഇതാണോ പിടിക്കണ്ട, വേണം തള്ളിക്കോളോ തള്ളിക്കോളോ. എവിടെ വന്നാലും രാത്രി ഇരുട്ടത്ത് ഇതൊക്കെ ഇതിൽ പറഞ്ഞുള്ള അത് കയറിപ്പോയി കയറിപ്പോയി.
ഉറുമ്പിക്കര ടോപ്പെത്തിയപ്പോഴത്തേക്കും എല്ലാം ചത്ത് വണ്ടി തള്ളി 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 അയ്യോ അയ്യോ അരെ ഉറുമ്പിക്കര ടോപ്പ് അല്ല നമ്മള് ഇനി ഉള്ളത് ടോപ്പാണുള്ളത് ഇനി ഇറങ്ങാനുണ്ട് അതാ അയ്യോ ഉറുമ്പിക്കര ടോപ്പട്ടാ ഇതിലായ പീപ്പിന് വണ്ടി എന്റെ അള്ളിയ കൈ ഇപ്പൊ ചേർക്കല്ലേ ഇപ്പേ ആളിപ്പുണ്ട് അല്ല ഈ സൈഡ് ചേർക്കല്ലേന്ന് പറഞ്ഞ വണ്ടി പോയി കയറാം അതല്ലത് പൊളിമൂട് ഒന്നും പറയാനില്ല ഫ്രണ്ടിൽ 2 വണ്ടി എത്തിയിരിക്കുന്നു ബാക്കിൽ 1 വണ്ടി എത്തിയിരിക്കുന്നു മൊത്തം 6 വണ്ടി 2 വണ്ടി കംപ്ലൈന്റ് എന്നിട്ട് നമ്മൾ വൈബ് പിടിക്കും ഒറ്റ കൊടുക്കലാണ് എങ്ങനെയാലും സാധനം പെരുമ്പാറത്തേക്കും ഏതാ മൂഡ് ഹോളിവുഡ് അംബാനി വൈബ് അയ്യോ ഉറുമ്പിക്കരന്ന് തിരിച്ചിറങ്ങി പോണം കേട്ടോ ഇറങ്ങി പോണേല് ഒരു വണ്ടി ഓണാവണില്ല രണ്ടാമത്തെ വണ്ടി ആക്സിഡന്റ് പിടിച്ചു ടോയിലാവണ്ടോണേ ഏതാ മൂഡ് മഹീന്ദ്രയുടെ പവർ ഒന്നും പറയേണ്ടതുണ്ട് എടുത്ത് പറയേണ്ടതുണ്ട് ചില എഞ്ചിനുകളുടെ പ്രത്യേകിച്ച് DI ടർബോ എഞ്ചിൻ DI എഞ്ചിനൊക്കെ പറയട്ടെ പവർ സാധനം തന്നെ ആട്ടിക്കൊണ്ടിരിക്കണേ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ കുഴപ്പമില്ല 4 റിസ്കാ ഇങ്ങനെയാണേ ഒരേ ചാലുവിലാണ് പോയിക്കൊണ്ടിരിക്കണേ കുഴപ്പമില്ല അതായത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി
കില്ലിങ്. വണ്ടി ഓടുകയാണെങ്കിലേ വേറെ ലെവല് സ്ഥലമായിരുന്നു. നമ്മൾ കറക്റ്റ് ടൈമിനാണ് കയറി വന്നത്. വണ്ടി ശരിയാക്കിയിട്ട് എഞ്ചിൻ മാറിയിട്ടൊന്ന് കയറി തന്നെ. ബോലേറോടെ എഞ്ചിനാണോ നോക്കണേ? ഡി ടെർബോ. ആ തുമ്പിയുടെ വണ്ടിയിലുള്ള ഡി നോക്കാറുണ്ട്. ആന്തി പവറല്ലേ പവർ. പക്ഷെ വണ്ടിക്ക് വെയിറ്റ് ഇല്ലാണ്ട് പവർ ചെയ്തിട്ട് കാര്യമില്ല. എടാ റോപ്പ് തട്ടണോ നോക്കൂട്ടാ, റോപ്പ് വീലിലേക്കാരണോ നോക്കൂട്ടാ. ഇല്ലല്ല പോട്ടെ പോട്ടെ. ആ ചവിട്ടിട്ട് ചവിട്ടിട്ട് ചവിട്ടിട്ട്. എന്റെ പള്ളി, ഇവിടെ റോഡ്. ആ വലത് സൈഡ് കയറ്റി പിടിച്ച് പോന്നേന്ന് തോന്നുന്നു. ഇതിൽ കൂടെ കയറി തന്നെ ഒരു വീല്, ഇതിലെ കയറി തന്നെ ഒരു വീല്. ഒരാൾ ഇവിടെ ഇങ്ങനെ നിന്നായി. ആ നിക്കാം, ഞാൻ നിക്കാം. അവിടെ അല്ല, അവിടെ അല്ല. അല്ലല്ല മനസ്സിലായി. അല്ല ഞാൻ നോക്കിയതാ. ക്രമകുഴി റൈറ്റ് സൈഡിൽ. മാക്സിമം ഈ സൈഡ് കീപ്പ് ചെയ്ത് വന്നു. ആ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല 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 കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വലത്ത് വശം കുഴപ്പമില്ല. ബാക്ക് വീൽ ഇറങ്ങിയവനുണ്ടോ? മാറുന്ന വണ്ടി സ്റ്റാർട്ടിങ്ങിലാക്കിയ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. കയറ്റി വെച്ചിട്ടാ റോപ്പ് എടുത്തിട്ടാ. പോന്നോ ആ പിടിച്ചു. ഈശാക്കളും പൊട്ടി. അന്ന് ഊരുണ്ട. പണിയോട് പണി. ഇവിടെ വണ്ടിയിലെ വെൽഡ് ചെയ്തേക്കുന്ന സാധനമാണ് ഈ കാണുന്നത്. ഇതുണ്ടോ? ഇത് കൊടുത്ത് ഞങ്ങളൊരു വണ്ടി വാങ്ങിക്കും. നോക്ക്, ഇത് എന്താ സംഭവം? ഇത് ഈ അവാർഡ് അങ്ങോട്ട് കൊടുക്കട്ടെ. അവാർഡ് കൊടുക്കട്ടെ. സ്ഥലമായിരുന്നു. നേരത്തെ നമ്മൾ വന്നത് കറക്റ്റായിരുന്നു, ടൈമും കറക്റ്റായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു സ്ഥലവും പകൽ വെളിച്ചത്തിലാണ് വേണ്ടിയുള്ള. ആരെങ്കിലും പറഞ്ഞു വിശ്വസിക്കും വണ്ടി കംപ്ലൈന്റ് ആയിരുന്നു. ഇത്രയും കയറി കിട്ടാ. റോഡിലെത്തിച്ചാ ഒരു രക്ഷയില്ലാണ്ട് സാധനം വലിച്ച് റോഡിലെത്തിച്ചു. വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുക.
നേരെ വണ്ടി ഏലപ്പാറ വർക്ക്ഷോപ്പിലൂടെ എത്തിയിട്ട് അവിടെ കയറ്റിയിട്ടിട്ട് ഫുഡടിച്ച് നേരെ വണ്ടി പെരുമ്പാർക്ക് പോകും. ഒരു ടർബോ എഞ്ചിനും കയറ്റി വണ്ടി പണിതിറക്കാൻ പോവാം. വർക്ക്ഷോപ്പ് എത്തി ഏലപ്പാറ സ്ഥലം. ഏലപ്പാറ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടാ പോവാ. എഞ്ചിൻ മാറ്റുക, ഡി എ ടർബോ എഞ്ചിൻ കയറ്റുക. ടർബോ എഞ്ചിൻ കയറ്റണു, ഡി എ ടർബോ എഞ്ചിൻ കയറ്റണു. നേരെ പോണു, ഫുഡ് അടിക്കണു, പെരുമ്പാർക്കുന്നു. ഇത് നിങ്ങൾ ഇത് ഫ്ലൂഡ് ക്ലച്ച് ആക്കണമെങ്കിൽ 2 പമ്പ് വെല്ലോസിംഗ് കാർ മറ്റേ ഇതിന്റെ ഡി എ ടർബോ എയർ ഫിൽട്ടർ പിന്നെ എഞ്ചിന് പിന്നെ റേഡിയേറ്റർ. ഇഷ്ടപ്പെട്ട അവിടെ കൊണ്ട് ഉന്തിതള്ളി കയറ്റിയിട്ടാണ് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഏലപ്പാറയിൽ വന്ന് വീഡിയോ തീർന്നു. എങ്ങടൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന വണ്ടി എടക്കും തള്ളി കൊണ്ട് കയറ്റിയിട്ട്. അപ്പോൾ ബായ്. വണ്ടി ഓടിയില്ല. രണ്ടാമത് ഞാൻ ഉണ്ടല്ലേ അത് മറ്റേ മിസ്തുബുഷി അതല്ല ജീപ്പാ ചേട്ടൻ വന്ന ജീപ്പ്. രണ്ടാമത് ഞാൻ രാത്രി 1 മണിയായി ഞാൻ ഇവിടെ വന്നപ്പോൾ. വേണ്ടി വന്ന് പണിട്ട് കയറ്റി വണ്ടി പണിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയില്ല, പറ്റത്തില്ല വരണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ടേ കയറ്റി ഞാൻ ഇവിടെ കയറിയായിരുന്നത് ലാസ്റ്റ് മറ്റേ വലിച്ചു കയറ്റി. ആയിസിൽ ഓടിഞ്ഞ് പ്ലേറ്റ് സെറ്റും പോയി. പൊട്ടിപ്പോയി ഇപ്പോഴോ അന്ന് പോയി. നമ്മുടെ വണ്ടിയുടെ കൊണ്ടുപോയിട്ടോ സെബിൻ സെറാക്കിന്റെ വണ്ടി പണിത് കൊടുത്ത് തന്നെ ഒരാട്ടുപേടുന്ന് പണിയിട്ട് കൊടുത്തു. ഒരാളി വണ്ടിയുടെ കാര്യം സെറ്റാക്കി. ഇനി നേരെ ചാപ്പാട് എന്തെങ്കിലും വലിച്ചൊരു വയറ് നിറച്ചേക്കും. എന്നിട്ട് നേരെ വരുമ്പോ ഇന്നത്തെ വീഡിയോ തീർത്ത് ഇനി വയ്യ കഴിഞ്ഞു. തെറി പറഞ്ഞ നീ മാത്രമേ തെറി പറയുള്ളൂ. നീ പീപ്പിയുടെ ഫുൾ ഫോം വെച്ച് നീ വിളിച്ചേ. അവനെ കാണിച്ചേ തുറക്കട്ടെ 3 മണിക്ക് തുടങ്ങിയ പരിപാടി ചേട്ടാ കുറച്ച് വെള്ളം കൊണ്ടുവരാ. ആ വിശപ്പം പൊറോട്ട